പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ, തിരുഹിതം എന്നെ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നെ ചൊരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നിന്നിട്ടല്ലാതെ കടപ്പൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മനുഷ്യൻ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്തുന്ന ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുന്നത്, മനുഷ്യൻ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും എന്നുള്ളതാണ്. വായിച്ചു കേട്ട വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ തൻ്റെ സഹോദരി മാർത്ത യേശു കർത്താവിൻ്റെ അടുക്കൽ പറയുന്ന ഭാഗം ഞാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ്. 11-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. കല്ല് നീക്കുമെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ മാർത്ത പറയാണ്, മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വെച്ചു എന്ന് പറഞ്ഞാൽ മാനുഷിക നിലയിൽ ഇനി ഒരു സാധ്യതയില്ല. ഇങ്ങനെ എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എല്ലാ സാധ്യതകളും അവസാനിച്ചു, നിരാശയോടെ നിൽക്കുന്നവരുണ്ട്. ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ അവസാനിച്ചതുപോലെ നിൽക്കുന്നവരുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ തമ്പുരാൻ അബ്രഹാമിൻ്റെ ദൈവമാണ്. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജ്ജീവമായെന്നും താൻ ഗ്രഹിച്ചെന്ന അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ആ നിലയിൽ നിൽക്കുന്ന അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും മരിച്ചതിനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അബ്രഹാമിൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്തേക്ക് ഒന്നുകൊണ്ടൊന്ന് മടങ്ങി വരികയാണ്. മാർത്ത പറഞ്ഞു, ഒരു സാധ്യതയുമില്ല. എന്നാൽ എൻ്റെ യേശു കർത്താവ് പറയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്നവരെ, യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലാസറിനെ ഉയർപ്പിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. തീർന്നെന്ന് പറഞ്ഞ, അവസാനിച്ചെന്ന് പറഞ്ഞ എല്ലാ മേഖലയിലും തമ്പുരാൻ ഒരു മറുപടി വരാൻ പോകുക. നിങ്ങൾ വിശ്വാസത്തോടെ തമ്പുരാൻ്റെ അതിശയം കാണുവാൻ ഈ സമയത്ത് തയ്യാറാകണം. അതേപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം ശ്രദ്ധിച്ചാൽ 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വായിച്ചു കേട്ട വചനവും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. കനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് യേശു കർത്താവ് ഇതാ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുകയാണ്. എന്നാൽ ഈ ഭാഗത്തിലേക്ക് നമ്മൾ ആഴമായി വരുമ്പോൾ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയെന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ ഇതാ യേശു കർത്താവിനോട് പറയുകയാണ്, ഇവിടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുകയാണ്. ഇതാ വീഞ്ഞില്ലാത്ത സ്ഥലത്ത് എൻ്റെ കർത്താവ് പച്ചവെള്ളം കൊണ്ട് പുതിയ വീഞ്ഞിന് ഉളവാക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശുവിൻ്റെ മഹത്വം നിങ്ങളുടെ ഭവനത്തിൽ
നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രഭാതം മുതൽ ചലിക്കുവാൻ പോവുകയാണ്. ആഴമായൊന്ന് ശ്രദ്ധിക്കണം. ഇതാ യേശു കർത്താവ് വർഷങ്ങളുടെ പഴക്കമുള്ള വീഞ്ഞാണ് അവിടെ പച്ചവെള്ളം കൊണ്ട് ഉളവാക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുൻ തലമുറകൾ കാണാത്ത ഒരത്ഭുതം ഇപ്പോൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഒരു ചരിത്രകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, 200 വർഷം പഴക്കമുള്ള വീഞ്ഞിനെ പച്ചവെള്ളം കൊണ്ട് ഉളവാക്കിയവൻ എന്ന് പറഞ്ഞാൽ 3 ജനറേഷൻ കാണാത്ത ഒരത്ഭുതം ഈ പ്രഭാതത്തിൽ ചിലവർ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ അപ്പനും അമ്മയും കാണാത്ത ഒരു അനുഗ്രഹം ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. എൻ്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ ആരെയൊക്കെ നോക്കി ദൂത് പറയുന്നു. തീർന്നത് പറയാൻ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഒന്നുകൂടെ പഴയ നിയമത്തിലേക്കൊന്ന് വന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ ഇതാ ഫറവോൻ ഇസ്രായേൽ മക്കളെ നോക്കി പറയുകയാണ്, അവർക്കിൻ്റെ മുമ്പിൽ വഴിയില്ല, അവരവസാനിച്ചു. നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എന്നാൽ അവർ ദേശത്തിൽ ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഇതാ ഫറവോൻ പറയുകയാണ്, മരുഭൂമിയിൽ അവർ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു. എന്നെ കേൾക്കുന്നവരെ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നത് നാം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. ഫറവോനും കൂട്ടരും ഒരുമിച്ച് പറഞ്ഞത് തീർന്നതാണ്, എല്ലാം അവസാനിച്ചതാണ്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ മഹത്വത്തെ എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തും. വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തും ശത്രു കാണാത്ത ചിലത് ഈ പ്രഭാതം മുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവസാനിച്ചെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. പ്രതീക്ഷകൾ കൈവിട്ടു പോയെടുത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു ഭയങ്കര പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ പ്രഭാതമാണ്, ഇതൊരു ദൈവപ്രവൃത്തിയുടെ പ്രഭാതമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. കർത്താവെ, ഞങ്ങളുടെ നോട്ടത്തിൽ അവസാനിച്ചെന്ന് പറയുമ്പോൾ അങ്ങ് ചിലതിനെ ആരംഭിക്കുകയാണ്. അങ്ങയുടെ മഹത്വത്തെ അങ്ങ് വെളിപ്പെടുത്തുകയാണ്. തമ്പുരാനെ, അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ ഒന്നുകൂടെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.